എല്ലാവർക്കും ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് M.Sealഉം ഫെവിക്കോളും വെച്ചിട്ടുള്ള ഒരു ബോട്ടിൽ ആർട്ട് തന്നെയാണ്. അതിന് വേണ്ടി ആദ്യം ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച് ഉണക്കിയെടുത്തൊരു ബോട്ടിലാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ക്ലേ ഹാർഡനറും റെസിനും ഒരേ അളവിലെടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് അത് നമുക്ക് വേണ്ട ഷേപ്പിൽ ആക്കിയെടുക്കുക. നമ്മളിപ്പോൾ ഇങ്ങനെയാണ് എടുക്കുന്നത്. എന്നിട്ടൊരു വള്ളി പോലെ അത് ചുറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. ശ്രദ്ധിച്ച് മെല്ലെ അങ്ങനെ ആക്കിയെടുക്കുക. എന്നിട്ട് അത് നമ്മൾ ബോട്ടിലിൽ വേണ്ട രീതിയിൽ ഫെവിക്കോൾ വെച്ചിട്ട് അതിൽ ഒട്ടിച്ചെടുക്കുക. ഇതെല്ലാവർക്കും സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണ്. അധികം പണിയൊന്നുമില്ല. ഫെവിക്കോൾ വേണ്ട രീതിയിലൊക്കെ വരച്ചിട്ട് അവിടെ വെച്ച് ഒട്ടിച്ചു കൊടുത്താൽ മതി. കൂടുതൽ വർക്കിംഗ് ഒന്നും ഇല്ലാത്തൊരു സിമ്പിൾ ബോട്ടിൽ ആർട്ടായിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ കയ്യിൽ കുറച്ച് ടൂൾ മെറ്റീരിയൽ ഉള്ളതെന്നതിനുള്ളത്. അപ്പോൾ അതിനനുസരിച്ചുള്ള ഒരു ചെറിയ മോഡൽ ചെയ്യുക, അത്രേ ഉദ്ദേശമുള്ളൂ. അത് ഫെവിക്കോൾ കൂടിക്കഴിഞ്ഞാൽ അത് അങ്ങനെ ഇളകിപ്പോരും ലൂസായിട്ട്. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യുക. ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. അവിടെ വെച്ചിട്ട് ഇളകി കഴിഞ്ഞാൽ പശ ശരിക്കും എല്ലായിടത്തും ആക്കി കൊടുക്കുക. പശ ഇല്ലെങ്കിലും അത് ഇളകും. പശ വെച്ചിട്ട് ഒട്ടിച്ച് വെച്ചാൽ മതി. ഇതോ അങ്ങനെ ഓരോ വള്ളി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ പടർന്ന് നിൽക്കുന്ന പോലെയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് കുറച്ച് പീസുകൾ നമ്മൾ ഒന്ന് പരത്തി എടുക്കുന്നുണ്ട് റൗണ്ട് ഷേപ്പിൽ. അതവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ആ വള്ളിയുടെ ഇടയിലും അതിനെ അടുപ്പിച്ചൊക്കെ ആയിട്ട് അങ്ങനെ പശ വെച്ചിട്ട് അങ്ങനെ ചെയ്തെടുക്കുക. അവിടെ ഗ്യാപ്പ് വരുന്ന ഭാഗങ്ങളിലൊക്കെ എവിടെയൊക്കെയാണെന്ന് വിചാരിച്ചാൽ ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. അങ്ങനെ കുറേ ഒഴിഞ്ഞ് നിൽക്കുന്ന ഭാഗങ്ങളിലൊക്കെ ഒന്ന് ചെയ്തെടുത്താൽ മതി. കറക്റ്റ് ഒരേ പാറ്റേണിലുള്ള വള്ളിയൊന്നുമല്ല. ആ വണ്ണം കുറഞ്ഞോ കൂടിയിട്ടും ഒക്കെ ഉള്ള പല മോഡൽ ഷേപ്പാണ്. കറക്റ്റ് സൈസിലല്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അടിഭാഗം, ബോട്ടിലിൻ്റെ ഏറ്റവും അടിഭാഗം ഒന്ന് ഒരു കെട്ട് വെച്ച് കൊടുക്കുക. അതുപോലെ ബോട്ടിലിൻ്റെ മുകൾ ഭാഗവും അതിൻ്റെ വായ്ഭാഗം നമ്മൾ ഫ്ലെക്സിക്ക് വെച്ച് ഒന്ന് പേപ്പർ വെച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുക്കുക. ഇതുപോലെ ഒട്ടിച്ചെടുത്തിട്ട് ആ ഭാഗത്തും അങ്ങനെ പശയൊക്കെ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ ഫ്ലെക്സിക്ക് വെച്ച് ഒട്ടിച്ച പേപ്പറിൻ്റെ ഭാഗത്ത് നമ്മൾ ഒന്ന് പരത്തി എടുത്തിട്ട് അതും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അവിടെ ബ്ലോക്ക് ചെയ്യാണ്. എന്നിട്ട് നമ്മൾ ഈ റൗണ്ട് ഷേപ്പിൽ ഇങ്ങനെ ഏകദേശം ഒരേ പാറ്റേണിലും ആവാം. പിന്നെ ചെറുതും വേണം. വലുത് കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വേണ്ടയിടത്തൊക്കെ നോക്കി ഗ്യാപ്പ് നോക്കി അങ്ങനെ വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ളത് ചെറിയ പീസുകൾ ഇടയിൽ ഇതുപോലെ കുറേ റൗണ്ടാക്കി എടുക്കുക. എന്നിട്ട് അത് വിരലുകൊണ്ടൊന്ന് അങ്ങനെ അങ്ങ് പരത്തിയാൽ മതി. അപ്പം ചെറിയ വട്ടത്തിലുള്ള ചെറിയ പീസായി കിട്ടും. അത് കുറേ ഉണ്ടാക്കിയെടുത്തിട്ട് അത് ഈ കാണുന്ന ഭാഗങ്ങളിലൊക്കെ ഇവിടെയൊക്കെ നമുക്ക് മാച്ചിങ് എന്ന് വെച്ചാൽ അവിടെയൊക്കെ അങ്ങ് ഒട്ടിച്ചു കൊടുക്കുക. 3 അവിടെ ഒട്ടിച്ചു.
അത് പശ ഒന്ന് എല്ലായിടത്തും ഒന്ന് തേച്ചിട്ട് ഒന്ന് ഒട്ടിച്ചെടുത്താൽ മതി. എവിടെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ ഒരു പുള്ളി ഇട്ട് കൊടുക്കുക. എന്നിട്ട് അവിടെ അത് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ 3 വീതമാണ് വയ്ക്കുന്നത്. ഒന്ന് വലുത് പിന്നെ ഒന്ന് ചെറുത്, അങ്ങനെയും വയ്ക്കാം. എങ്ങനെ നമ്മുടെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതനുസരിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുക. ചെറിയ രീതിയിൽ എങ്ങനെ ഒരു ബോട്ടിൽ ഭംഗിയാക്കി എടുക്കുക എന്നുള്ളതാണ്. എന്നിട്ട് ഇങ്ങനെ പരത്തി എടുത്തിട്ട് കറക്റ്റ് ഷേപ്പ് ആവണമെന്നൊന്നുമില്ല, മേലെ ഭാഗം ഒന്ന് കവർ ചെയ്ത് നിന്നാൽ മതി. ബോട്ടിലിൻ്റെ മുകൾ ഭാഗം ഫെവിക്കോൾ എടുത്ത് വയ്ക്കുക. ശരിക്കും തേച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുക. വെച്ചിട്ട് അവിടെ പ്രത്യേകിച്ച് നമ്മൾ ഡിസൈനൊന്നും ചെയ്യുന്നില്ല. അടിയിൽ ഒരു കെട്ട് വെച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലെ അങ്ങ് ഒട്ടിച്ചെടുത്തേ ഉള്ളൂ. എന്നിട്ട് ബാക്കി നമ്മൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ ഇതുപോലെ എവിടെയൊക്കെ വേണ്ടതെന്ന് വെച്ചാൽ അവിടെയൊക്കെ ഇങ്ങനെ ചെറിയ ചെറിയ സംഭവങ്ങൾ ഉണ്ടാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ഉണ്ടോ? ഇപ്പോൾ ഇത് ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്, ഉണക്കിയെടുത്തിട്ടുണ്ട്. നല്ല ഉണങ്ങിയതിന് ശേഷം നമ്മൾ അതിലേക്ക് പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഗ്രീൻ കളറിൽ ബ്ലാക്ക് കുറച്ച് കൂട്ടി ഇട്ടുള്ളൊരു കളർ കോമ്പിനേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. പെയിൻറ്റ് ശരിക്കും മിക്സാക്കി എടുക്കണം. ബ്ലാക്കും ഗ്രീനും കൂടി കൂട്ടി കളർ പോരാന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടെ ഗ്രീൻ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ആദ്യം ബോട്ടിലിൻ്റെ അടിഭാഗമാണ് നമ്മൾ അടിച്ചെടുക്കുന്നത്. കുറച്ച് ഗ്രീനും ബ്ലാക്കും കൂടിയും ചേർന്നാൽ നല്ലൊരു കളറാണ്. ഈ കളർ നമ്മൾ പേൾ മെറ്റാലിക്കാണ് എടുത്തത്. മെറ്റാലിക് പെയിൻ്റാണ്. സാധാരണ നമ്മൾ ആക്രിലിക്കാണ് ഉപയോഗിക്കാറ്. ഇത് ഒരു സിൽവർ ഒരു കോട്ടിങ് കിട്ടും, ഒരു എന്താ പറയുക, മറ്റേ ഗിൽട്ട് പോലെ. അത് ഭയങ്കര ഒരു ഭംഗിയാണ്. അത് എല്ലാ പെയിൻറ്റിനും ഉണ്ട്. പേൾ മെറ്റാലിക് അതുകൊണ്ടാണ് എടുക്കുന്നത്. അതിൽ നമ്മൾ കൂട്ടിയത് ആക്രിലിക് ബ്ലാക്കാണ്, കുറച്ച് മതി, അതുകൊണ്ടാണ് അത് കൂട്ടിയത്. അപ്പോൾ അങ്ങനത്തെ ഒരു പച്ച കളറും ബ്ലാക്കും കൂടി ചേർന്നൊരു കളറാണ് കിട്ടുക. അത് നല്ല ഭംഗിയുള്ളതായിട്ട് തോന്നി. അതുകൊണ്ടാണ് നമ്മൾ ചെയ്യുന്നത്. എല്ലായിടത്തും അടിച്ചെടുക്കുക. ഏകദേശം ഭാഗങ്ങളൊക്കെ ഫുള്ളായിട്ടുണ്ട്. ഇനി ടോപ്പ് ഭാഗം കൂടെ ഉണ്ട്. അത് അടിച്ചതിന് ശേഷം ശരിക്കും നന്നാക്കി ഉണക്കിയെടുക്കുക. ഒരു 2 hourൊക്കെ വെയിലത്ത് വെച്ചാൽ മതി, ഉണങ്ങി കിട്ടും. ഇങ്ങനെ ഉണ്ടാവും ഇത് ഉണങ്ങി കഴിഞ്ഞതിന് ശേഷം. അങ്ങനെ തന്നെ മതി, നല്ല ഭംഗിയാണ്. ഇനി നമ്മൾ അതിലേക്ക് കോപ്പർ കളറാണ്, അതും മെറ്റാലിക് കളർ തന്നെയാണ്. കോപ്പർ കളറ് ആ കെട്ടിലൊക്കെ അത്യാവശ്യം നല്ല തിക്കിൽ തന്നെ ചെയ്ത് കൊടുക്കുന്നത്. മറ്റുള്ള ഭാഗങ്ങളിലാവാതെ നല്ല കട്ടിയിൽ എല്ലായിടത്തും ആവുന്ന രീതിയിലൊന്ന് തേച്ച് പിടിപ്പിക്കുക.
എല്ലാ വള്ളിയിലും നല്ല ഭംഗിയാണിത്. കളർ അതിലേക്ക് വരുമ്പോൾ എല്ലായിടത്തും ആ പൊങ്ങി നിൽക്കുന്ന ഭാഗങ്ങളിൽ എല്ലായിടത്തും അന്ന് തേച്ച് പിടിപ്പിക്കുക. ബാക്കിയുള്ള ഭാഗങ്ങളിൽ നമ്മൾ ഇതുപോലെ അധികം തേക്കാതെ ആ കയ്യിലുള്ളത് കൊണ്ട് എല്ലായിടത്തും ഒന്ന് വെറുതെ ഒന്നങ്ങ് ആക്കി കൊടുക്കുക. കട്ടിയൊന്നും വേണ്ട. നമ്മളിങ്ങനെ തേക്കുന്നതിൻ്റെ ബാലൻസ് ഉള്ളത് അത് മാത്രം മതി, കുറച്ച് മതി. അതിനായിട്ട് പ്രത്യേകം പെയിൻ്റ് എടുക്കൊന്നും വേണ്ട. കാരണം ആ ബ്ലാക്കും ആ ഗ്രീൻ കളറും ഒക്കെ നമുക്ക് കിട്ടണം, അത് പോരുത്. അതിനും വേണ്ടിയിട്ട് നല്ലൊരു വൃത്തിക്കുള്ള നല്ലൊരു ബോട്ടിൽ ആർട്ടായിട്ട് വരികയുണ്ട്. എനിക്ക് ഇങ്ങനത്തെ കളർ ഭയങ്കര ഇഷ്ടമാണ്, ഇങ്ങനത്തെ മോഡൽ. അതുകൊണ്ടാണ് ഇങ്ങനത്തെ മോഡൽ കൂടുതൽ ഉണ്ടാക്കുന്നത്. അങ്ങനെ ചെയ്തെടുക്കുക. കട്ടിയിൽ നിൽക്കുന്നിടത്തൊക്കെ എല്ലായിടത്തുള്ളതൊക്കെ ശരിക്കൊന്ന് തുടച്ചെടുക്കുക. ഇപ്പം മേൽഭാഗത്തും എല്ലായിടത്തും നമ്മൾ ഇതാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് ഉണങ്ങിയെടുത്തിട്ട് നമ്മളിതിലേക്ക് പോളിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്തുള്ള സ്ലീക്ക് തന്നെയാണ്, ശരിക്കും ഉണങ്ങിയിട്ടുണ്ട്. അങ്ങനെ തന്നെ മതി അത്. ഇനി വേണമെങ്കിൽ ഒന്ന് പോളിഷ് ചെയ്ത് കൊടുക്കുക. പോളിഷ് ചെയ്തെടുത്താൽ നല്ലൊരു കോട്ടിങ് കിട്ടും. ചെയ്യുന്നതായിരിക്കും നല്ലത്, പൊടിയൊന്നും കയറില്ല. അതും ആദ്യം താഴെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുന്നത്. എല്ലായിടത്തും ആവുന്ന രീതിയിൽ ഒരു കോട്ടിങ് ഇത് കൊടുക്കുന്നുള്ളൂ. 2 കോട്ടിങ് കൊടുത്താൽ നല്ല ഈട് കിട്ടും. കുറേ കാലം പൊടിയൊന്നും ആവാതെ നല്ല രീതിയിൽ നിൽക്കും. അങ്ങനെ ഏകദേശ ഭാഗങ്ങളൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇത്തരം വീഡിയോകൾ ഇഷ്ടപ്പെടുന്നവരിലേക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ബോട്ടിൽ ആർട്ടിൻ്റെ വർക്ക് ഏകദേശം തീർന്നിട്ടുണ്ട്. അത് ശരിക്കും ഉണങ്ങി കഴിഞ്ഞതിന് ശേഷമാണ് ഇത്. കണ്ടോ, മനോഹരമായിട്ടുള്ള ബോട്ടിൽ ആർട്ടാണ്. എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്, തുടക്കക്കാർക്കൊക്കെ. എല്ലാവരും ചെയ്ത് നോക്കുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.